എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ആണോന്ന് ചോദിക്കുന്നത് വിനേഷ് ബ്രോ. സൗണ്ട് ഇപ്പം കുറച്ചൊരു മെച്ചം വന്നെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന് കാണണേ എന്ന് പറയുന്നത് നമ്മുടെ ദേവി. എടാ എല്ലാവരും ദേവിയുടെ പോസ്റ്റ് ഒന്ന് പോയി കാണണം ട്ടോ. ഹലോ ദേവി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ വിനേഷ് ബ്രോ. 1000 ജന്മദിനാശംസകൾ അജി. ഞങ്ങളെ ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടിച്ച് ഒരു 100 വർഷം കൂടെ ജീവിക്കട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ലിൻഡപ്പൻ. വിനേഷ് ഹായ് എന്ന് പറയുന്നുണ്ട്. സ്നേഹത്തോടെ വിനേഷിനെ വിളിക്കുന്നു നമ്മുടെ വിനേഷ് ബ്രോനെ വിളിക്കുന്ന നമ്മുടെ ദേവി. ആണോ അച്ചായ ഓക്കേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിനേഷ് ബ്രോ. ലിൻഡപ്പാന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നു നമ്മുടെ ദേവി. കാണാം ദേവി എന്ന് പറയുന്നത് നമ്മുടെ വിനേഷ് ബ്രോ. ലിൻഡപ്പാ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പോളൊക്കെ ഇട്ടായിരുന്നു. പറയുമ്പോൾ ലൈവ് ഓക്കെയാണ്. പാടുമ്പോ അല്ലേ സുധീരേട്ടാ അത് ജലദോഷം ഉള്ളതുകൊണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് പാടുന്നത്. തുമ്മുന്നോണ്ട് കൺട്രോൾ ചെയ്താ പാടിക്കൊണ്ടിരുന്നത്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈ ഡിയർ അജി എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സ്നേഹം തരുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ ദേവി കലാക്ഷേത്ര അജിത്രയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ ആണ്. സോ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള വിഷസും ഞാൻ ദേവിനെ അറിയിക്കാണ് കേട്ടോ. നമ്മളിവിടെ പോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തുടങ്ങിയപ്പോൾ തന്നെ ദേവി വന്നായിരുന്നു. ഞങ്ങൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, സെറിമണി ഒക്കെ കഴിഞ്ഞു. ബിനേഷ് ബ്രോ എന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട്. ലിൻഡ ബ്രോ ഹലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബിനേഷ് ബ്രോ. താങ്ക് യു ബ്രോ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നത് നമ്മുടെ ദേവി. സുധീർ ഏട്ടാ എന്ന് വിളിച്ച് നമസ്കാരം പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ലിൻഡ ബ്രോ. ലിൻഡ ബ്രോ നമ്മുടെ ഇവിടെ തത്വമസി എന്ന് പറഞ്ഞൊരു ചാനൽ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ സുഭാഷ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്കാരൻ കൊല്ലം അഞ്ചലിൽ നിന്നാണ്. പുള്ളി ഇവിടെ ചുമതല കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അലക്സ് ചായന്റെ ഫ്രണ്ടാണ്. അപ്പൊ പുള്ളി വഴിയാണ് പുള്ളി ഇവിടെ വന്നത്. പാസ്സായി എന്ന് പറഞ്ഞിട്ട് ആ പാസ്സായോ പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു 1-2 കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ ലിൻഡപ്പ. ഞാൻ ഹൈലൈറ്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും അറിയില്ല എന്തുമാത്രം വരുന്നു. യൂട്യൂബിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പിൻ ചെയ്ത് വെക്കില്ല. അത് പിൻ ചെയ്ത് വെക്കാൻ പാടില്ല പോലും. അങ്ങനെ വരുമ്പോൾ വാച്ച് അവർ കുറവായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞില്ലേ കൺഗ്രാചുലേഷൻസ് എന്ന് പറയുന്നുണ്ട്. അതെ പുള്ളിക്കാരി വെറുതെ ടെൻഷൻ അടിച്ചെന്നേ. ദേവി വെറുതെ ടെൻഷൻ അടിച്ചു. അടിപൊളിയായിട്ട് 60 എത്രയോ പേരെ ചെയ്തതിൽ 8 പേരെ പാസ്സായുള്ളൂ. അതിൽ ഒരാൾ ദേവിയാ. ഒരുപാട് സന്തോഷം. അങ്ങനെ ദേവിക്ക് ഇന്ന് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം. സുധീരേട്ട ബേക്കറിയിലാണോ? ഇവിടെയാണോ? ഷോപ്പിലാണോ സുധീരേട്ട? ബ്രോ എന്ന് വെച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് സുധീര ബ്രോ. അതുപോലെ വേറൊരു കാര്യം, എല്ലാവരും ലൈവ് നടത്തുന്നവരാണെന്നാണ് എന്റെ വിശ്വാസം. എന്തൊക്കെ പറഞ്ഞു പുള്ളി വേറെ എന്ന് ചോദിക്കുന്നുണ്ട്. പുള്ളി വേറെ പറഞ്ഞത് നമ്മള് ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ ലൈവിൽ കാണിക്കാൻ പാടില്ല, കത്തി, ചോര അങ്ങനത്തെ ഒക്കെ പറഞ്ഞത്. അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. നിങ്ങൾ അവിടെ വരണമായിരുന്നു, ടെൻഷൻ അടിച്ച് എത്തേനേന്ന് പറയുന്നുണ്ട്. ഷോപ്പിലാണ് എന്ന് പറയുന്നു. ബർത്ത്ഡേ വിഷസ് ദേവി എന്ന് പറയുന്നത്. പെണ്ണെ ചിലവ് എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്. അത് മെയിൻ ഇതാണ് പറഞ്ഞത്. നമ്മളിത് പിൻ ചെയ്ത് വെക്കാൻ പാടില്ല. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഒരു ലൈവില് സ്പ്രെഡ് ആയി ചെറുതായിട്ട് തോന്നിയാൽ വാച്ച് അവർ നമുക്ക് 1 മണിക്കൂറിൽ 4-5 മണിക്കൂറൊക്കെ കിട്ടുന്നത് 1 മണിക്കൂറിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറായിട്ട് ചുരുങ്ങും. സോ മാക്സിമം അതെ സുധീരേട്ടൻ എല്ലാം കേട്ടു. അതെ സുധീരേട്ടൻ ഉണ്ടായിരുന്നു. താങ്ക് യു വിനേഷ് എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. വിനേഷ് ഒരുപാട് സ്നേഹം തരുന്നു. അത് പിന്നെ ഞാൻ ഇന്ന് എനിക്കൊരു ഫിനിഷർ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് രാവിലെ ഞാൻ കുറെ മുന്നേ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു. 3 മണി 4 മണി ആയപ്പോൾ. അപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? നമ്മള് ഒരു ലൈവില് മാക്സിമം 2 മോഡറേറ്റേഴ്സ്, 1 അല്ലെങ്കിൽ മാക്സിമം 2 മോഡറേറ്റേഴ്സിനെ വെക്കാൻ പാടുള്ളൂ. എല്ലാവർക്കും ബ്ലൂ കൊടുത്തിരിക്കാൻ ആ ബ്ലൂ കൊടുക്കുന്നവരുടെ വാച്ച് അവർ അത്രയും നമ്മുടെ വാച്ച് അവറിൽ ആഡ് ആയി കയറത്തില്ല എന്ന് പറയുന്നത്. പുള്ളിക്കിപ്പം 7,000 മേളിലുണ്ട് പുള്ളിക്ക്. പുള്ളി അന്നേരം പറഞ്ഞത് ഗെയിമിങ്ങിന്റെ ടെക്നിക്കൽ പേഴ്സൺ ആണ്. പുള്ളി പറഞ്ഞത് നമ്മൾ ഒരുപാട് പേരെ നമ്മൾ ബ്ലൂ കൊടുത്ത് നമ്മുടെ ചാനലിൽ ലൈവിൽ ഇരുത്തിയാൽ അവരുടെ ഒന്നും വാച്ച് അവർ നമ്മുടെ ഇതിനകത്ത് ആഡ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാക്സിമം ആഡ് ആവാതിരിക്കാനാണ് സാധ്യത. സോ മാക്സിമം 1 അല്ലെങ്കിൽ 2 പേര് മതി. ചിലപ്പോൾ 30,000 ആയി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ദേവി. ശിശുദിനത്തിൽ ജനിച്ച കുട്ടി ഇപ്പോഴും കുട്ടിത്തം മാറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ലിൻഡപ്പൻ. അതാണ് ഞാൻ ലിൻഡപ്പ എന്ന് പറയുന്നുണ്ട് ദേവി. സോ അതുകൊണ്ട് ലൈവ് കഴിയുമ്പോൾ നമ്മൾ ബ്ലൂ മാറ്റാൻ നോക്കുക. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മുടെ ലൈവിൽ വരുന്ന 1-2 പേര് ആ ബ്ലൂ തന്നെ കൊടുത്തോണ്ടിരിക്കുക. ബ്ലൂ അതെനിക്കറിയില്ല, ഞാൻ അങ്ങ് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞു. സോ ഞാൻ വിചാരിച്ചു മാക്സിമം 1-2 പേരെ ബ്ലൂവിൽ ഇരുത്താം. അപ്പം അവര് പോകുമ്പോ പറഞ്ഞാല് സുധീർ ഹൈലൈറ്റ്സ് ഇത് ടോസിസ് നല്ലൊരു ക്യാപ്ഷനും എഴുതണം എന്ന് പറയണം. അതെ നമ്മുടെ ഇതല്ലേ സുഭാഷ് ഏട്ടൻ പറഞ്ഞല്ലേ, സുഭാഷ് ഏട്ടൻ അതിന് ക്യാപ്ഷൻ ഇടാം കേട്ടോ. മറ്റന്നാൾ എന്റെ 12th വെഡിങ് ആനിവേഴ്സറി ആണ് എന്ന് പറയുന്നുണ്ട്. വീട്ടിൽ പോകുന്നില്ലേ? പുള്ളിക്കാരുടെ അടുത്ത് പോകുന്നില്ലേ എന്റെപ്പാ? അതാണ് ഞാൻ എന്റെ എന്ന് പറയുന്നത്. അതെ നല്ലൊരു ക്യാപ്ഷൻ